നമ്മൾ എവിടെ പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ TV സീരീസിന്റെ സീസൺ 1 അതിലെ 13ാമത്തെ എപ്പിസോഡാണ്. സോ ഗീസ് ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ ഈ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് ഹോളോനെ കണ്ട് പേടിച്ച് നിൽക്കുന്ന നമ്മുടെ ഒറിഹിമീനെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോന്റെ അടുത്തേക്ക് നമ്മുടെ കോൺ വരികയാണ്. ഹരീനെയും യൂസുവിനെയും നീ കണ്ടുപിടിച്ചോ എന്ന് നമ്മുടെ ഇച്ചിഗോ കോണിനോട് ചോദിക്കുന്നു. ഞാൻ അവരെ കണ്ടുപിടിച്ചെന്നും അതുപോലെ തന്നെ അവർ രണ്ടുപേരും വീട്ടിൽ സേഫ് ആണെന്നും പറഞ്ഞു. കേട്ട് സന്തോഷം വന്ന നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവരുടെ കാര്യം മൊത്തം കോണിനെ മേലെ ഏൽപ്പിച്ചിട്ട് ഇഷിതയുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഇച്ചിഗോ. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഒറിഹിമയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയും കൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവൾക്ക് എന്ത് പറ്റിയെന്ന് വിചാരിക്കുകയാണ് അവരുടെ കൂട്ടുകാർ. നമ്മുടെ ഒറിഹിമയാണെങ്കിൽ ഹോളോനെ കണ്ട സ്ഥലത്തേക്ക് പിന്നീട് ഒന്നുകൂടെ നോക്കുന്ന സമയത്ത് അവിടെ ആ ഹോളോനെ കാണുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ തട്സുക്കി എനിക്കൊന്ന് ഡ്രസ്സ് മാറാനുണ്ട്, ഡ്രസ്സ് മാറിക്കഴിട്ട് ഞാൻ വരാമെന്ന് പറയുന്നു. ഒറിഹിമയാണെങ്കിൽ അവളെ തിരിച്ചു വിളിക്കാൻ നോക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ആ ഹോളോ വന്നിട്ട് നമ്മുടെ ഒറിഹിമയുടെ പുറകിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ഒറിഹിമയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തന്നെ ആ ഹോളോ പറയുന്നു, നിനക്ക് എന്നെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇച്ചിഗോനെ കാണിക്കുകയാണ്. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ സൈക്കോ പാത്തിനെ പോലെ തന്നെ ഹോളോസിനെ എല്ലാത്തിനെയും വല്ലനായിട്ട് നശിപ്പിക്കുകയാണ്. നമ്മുടെ ഇഷിതയാണെങ്കിൽ ഇപ്പോൾ തന്നെ 20 ഹോളോസിനെ നശിപ്പിച്ചു കഴിഞ്ഞു. ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ്, ഷോക്കൻ ഇഷിത എന്ന് പറഞ്ഞ ആളിന് വേണ്ടിയാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാത്തിനെ നശിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ഒറിഹിമയാണെങ്കിൽ തൻ്റെ കൂട്ടുകാരിയോട് അവിടെ നിന്ന് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഹോളോ ആണെങ്കിൽ ആ ഹോളോന്റെ സീ ടെക്നിക്ക് അവരുടെ മേൽ ഉപയോഗിക്കും. തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ചിസ്രുവിന് ഒരുപാടധികം വേദന ഏൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ താഴേക്ക് വീഴുകയാണ്. നമ്മുടെ ഒറിഹിമ ഓടിച്ചെന്നിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ അവളുടെ മുറിവ് പറ്റിയ സ്ഥലത്ത് ഒരുപാടധികം ബ്ലീഡിങ് ഉണ്ടാവുകയാണ്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മുടെ ചിസ്രുവിനോട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ചിസ്രു എഴുന്നേറ്റ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുന്നു. നോക്കുന്ന സമയത്ത് നമ്മുടെ ചിസ്രുവിൻ്റെ കൈയാണെങ്കിൽ ചിസ്രുവിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ ചിസ്രുവിൻ്റെ കൈ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ ആ ഹോളോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിസ്രു ആണെങ്കിൽ നമ്മുടെ ഒറിഹിമയെ ആക്രമിക്കുകയാണ്. നീ എന്താണ് ഇവളെ ചെയ്തതെന്ന് നമ്മുടെ ഒറിഹിമ ആ ഹോളോനോട് ചോദിക്കുന്നു. എനിക്ക് ഫൈറ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ സീഡ് റെയിൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്തിട്ട് മനുഷ്യന്മാരുമായിട്ട് തന്നെ അടി ഉണ്ടാക്കിയിട്ട് അവരെ അങ്ങ് ഇല്ലാതാക്കും. ഇതേ സമയത്ത് തന്നെ ആ സീഡ് റെയിൻ എന്ന് പറഞ്ഞ ടെക്നിക്കിൽ അണ്ടറിലായിട്ടുള്ള കുറേ പേരെ നമ്മുടെ ഒറിഹിമിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുന്നു. ഒറിഹിമി അവരെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെ ഒരുപാടധികം പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ താട്സുക്കി വന്നിട്ട് അവരെ എല്ലാവരെയും അടിച്ച് തറയിലിട്ടിട്ട് നമ്മുടെ ഒറിഹിമിനെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതേസമയം തന്നെ നമ്മുടെ താട്സുക്കി ആണെങ്കിൽ ആ ഹോളോമായിട്ട് വെല്ലുവിളിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് എല്ലാ ആൾക്കാരുമായിട്ട് പിന്നെ ഫൈറ്റ് ചെയ്യുകയാണ് നമ്മുടെ താട്സുക്കി. എന്നാൽ പുറകിൽ നിന്ന് നമ്മുടെ ചിസ്രു ആണെങ്കിൽ താട്സുക്കിനെ പിടിക്കുന്നു. എന്നാൽ നമ്മുടെ താട്സുക്കി ആണെങ്കിൽ അവളെ ആക്രമിക്കാൻ നോക്കുന്ന സമയത്ത് എന്നാൽ നമ്മുടെ താട്സുക്കിനെ അതിന് സാധിക്കുന്നില്ല. അതേസമയം തന്നെ താട്സുക്കിയുടെ മേലും ആ സീഡ് വരുന്നു. ഒറിഹിമിനെ ആ സമയത്ത് തന്നെ അവരെല്ലാവരും പിടിച്ചു കൊടുക്കും. എന്നിട്ട് ആ ഹോളോ പറയുകയാണ് നമ്മുടെ താട്സുക്കിനോട്, നിന്റെ മേൽ ഞാൻ വിട്ട ആ സീഡുകൾ ഉണ്ടല്ലോ, ആ സീഡുകൾ കാരണം ഇനി നിന്റെ ബോഡി നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, ഇനി എൻ്റെ കൺട്രോളിലായിരിക്കും നിന്റെ ബോഡി. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ താട്സുക്കി എഴുന്നേറ്റിട്ട് ഒറിഹിമിനെ വിടാൻ വേണ്ടി പറയുന്നു. എന്നാൽ ആ ഹോളോ അത് നിരസിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ഒറിഹിമി ആ ഹോളോനെ കടിക്കുന്നു. ദേഷ്യം വന്ന ആ ഹോളോ ആണെങ്കിൽ അവളുടെ ദേഹത്ത് ആ സീ ടെക്നിക്ക് വീണ്ടും ഉപയോഗിക്കുകയാണ്. അങ്ങനെ അറ്റാക്ക് കാരണം നമ്മുടെ താട്സുക്കി തറയിലേക്ക് വീഴുകയാണ്. അത് കണ്ടുകൊണ്ട് തന്നെ ഒറിഹിമി അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് താട്സുക്കിയുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ നമ്മുടെ താട്സുക്കി ആ ഹോളോന്റെ കൺട്രോൾ ആയതുകൊണ്ട് തന്നെ ഒറിഹിമിനെ ചവിട്ടി തറയിലിടുന്നു. ഒറിഹിമി താഴേക്ക് വീഴുന്നു. അന്നേരം തന്നെ നമ്മുടെ ഒറിഹിമി താട്സുക്കിനെ ആദ്യമായിട്ട് കണ്ട കാര്യം ആലോചിക്കുന്നു. അവൾക്ക് അവളുടെ വലിയ മുടിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ സ്കൂളിലെ സീനിയേഴ്സിൻ്റെ ബുള്ളിങ് കാരണം അവളുടെ ഹെയർ മുറിച്ച് കളയേണ്ടി വന്നു. അത് അവളുടെ ചേട്ടൻ നല്ല രീതിയിൽ വിഷമമുണ്ടാക്കി, അവൾക്ക് നല്ല രീതിയിൽ തന്നെ വിഷമമുണ്ടായി. അതേ സമയത്തായിരുന്നു അവൾ താട്സുക്കിനെ കണ്ടുമുട്ടുന്നത്. അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ താട്സുക്കിയാണെങ്കിൽ ഒറിഹിമിനെ ബാക്കിയുള്ളവരുടെ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് താട്സുക്കി കാരണം മാത്രമാണ് എൻ്റെ മുടി ഇത്രയും വളർന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ഒറിഹിമി ചിന്തിക്കുന്നു. അങ്ങനെ ഒരുപാടധികം വിഷമം വന്ന നമ്മുടെ ഒറിഹിമിയാണെങ്കിൽ നമ്മുടെ താട്സുക്കിനെ കയറി കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, ഇത്രയും നാളും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്, ഇനി ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ അവിടെ ഒരു വലിയൊരു ചുഴലിക്കാറ്റ് തന്നെ സംഭവിക്കുകയാണ്. അങ്ങനെ ഒറിഹിമി ആ ഹോളോനോട് പറയുകയാണ്, താട്സുക്കിനെ ഉപദ്രവിച്ച ആരെയും ഞാൻ ഇനി ഒരിക്കലും വെറുതെ വിടത്തില്ല. ഷിൻഷിൻ റിക്ക എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് നമ്മുടെ ഒറിഹിമിയെ അൺലോക്ക് ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ ഹോളോ ഒറിഹിമിയോട് ചോദിക്കുകയാണ്, ഇത്രയും വലിയ പവർ കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം നീ ശരിക്കും. ആ സമയം തന്നെ നമ്മുടെ ഒറിഹിമി ചിന്തിക്കുന്നു, എൻ്റെ ചുറ്റും ഇപ്പോൾ എന്താണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അതേ ഒരു സാധനം നമ്മുടെ ഒറിഹിമയുടെ ദേഹത്ത് വന്നിരുന്നിട്ട് ചോദിക്കുന്നു, ഞങ്ങളെ അറിയത്തില്ലേ എന്ന്. നോക്കുന്ന സമയത്ത് അത് വളരെയധികം ചെറിയ മനുഷ്യരായിരുന്നു. ഞങ്ങളാണ് ഷിൻഷിൻ റിക്ക, ഞങ്ങളാണെങ്കിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിന്റെ സോളിൻ്റെ അകത്തുള്ള പവർ, അതുകൊണ്ട് തന്നെ ഞങ്ങളെ നിനക്ക് മാത്രം
മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ഇച്ചിഗോനെ പോലുള്ള ആൾക്കാർക്കും ഞങ്ങളെ കാണാൻ സാധിക്കുമെന്ന് ഷുൻ റിക്ക പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഒറിഹിമി ചോദിക്കുകയാണ്, അതെന്താ ഇച്ചിഗോയ്ക്ക് മാത്രം കാണാൻ പറ്റും? ഇച്ചിഗോ കാരണമാണ് ഞങ്ങൾ ഉണ്ടായത്. ഇതേ സമയം തന്നെ ഷുൻ റിക്കായിക്കകത്തിലെ ഒരു അംഗമായിട്ടുള്ള ഷിബാക്കി പറയുന്നു, ഇതിൽ കൂടുതൽ കാര്യം അവളോട് പറയല്ലെന്ന്. ശേഷം ആ ഹോളോ ആണെങ്കിൽ ഒറിഹിമിനെ ആക്രമിക്കാൻ നോക്കുന്ന സമയത്ത് ആ ഷിൻഷുൻ റിക്കാസ് പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. അങ്ങനെ അവരുടെ പേര് മാറി മാറി വിളിക്കാൻ വേണ്ടി അവർ പറയുകയാണ്. ഹിനായിക്കു, ലൈഗോൺ, ബിലി എന്ന് പറഞ്ഞ പേരുകളൊക്കെ നമ്മുടെ ഒറിഹിമി വിളിക്കുന്നു. ഷങ്തിങ് കഷു എന്ന് പറഞ്ഞ ഒരു സ്പെൽ അവിടെ യൂസ് ചെയ്യുകയാണ്. സ്പെല്ല് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ഷീൽഡ് ഉണ്ടാകുകയും ആ ഹോളോ അവളുടെ നേരെ വിട്ട സീഡിൽ നിന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുമാത്രമല്ല അവർക്ക് ഹീലിംഗ് പവേഴ്സും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷും ഹയാനെ എന്ന് പറഞ്ഞ രണ്ടുപേര് നമ്മുടെ താട്സുക്കിനെ ഹീലിംഗ് ചെയ്യും. അതേ സമയത്ത് തന്നെ നമ്മുടെ താട്സുക്കിയുടെ ദേഹത്തുള്ള മുറിവുകളെല്ലാം മാറുന്നു. അതേ സമയത്ത് തന്നെ ഷുൻ റിക്കയായിട്ടുള്ള ഷിബാക്കി പറയുകയാണ് എന്നെയാണ് അറ്റാക്കിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ഉറുഹിമി ആ സുബാക്കിനെ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഹോളോനെ രണ്ടായിട്ട് മുറിച്ച് ആ ഹോളോനെ ഇല്ലാതാക്കുന്നു. അവൾ ഒരുപാടധികം പവേഴ്സ് ഒരുമിച്ച് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അവൾ താഴേക്ക് തല ഇറങ്ങി വരുന്നു. അങ്ങനെ ഷിൻഷുൻ ഷുബാക്കി അവൾ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് ഒരു ഹെയർ പിന്നായിട്ട് മാഞ്ഞ് തറയിൽ കിടക്കുന്നു. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് നമ്മുടെ ഉറഹറ വന്നിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാധോയ്ക്ക് വേണ്ടി കരീൻ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. വന്ന് നോക്കുന്ന സമയത്ത് അവിടെ സാധോ ഇല്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ അവിടെ കിടന്നങ്ങ് കാറുകയാണ്. അങ്ങനെ നമ്മുടെ കരീനാണെങ്കിൽ അച്ഛനൊരു ഇടിയും കൊടുത്തിട്ട് നിർത്തടാന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് നിൽക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കോൺ അവിടെ നിപ്പുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഉറഹറ ഷോപ്പാണ്. ഉറഹറ ഷോപ്പിന്റെ അത്തിൽ ബോധം വന്ന ഒറിഹിമി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് സാധോ ഇരിക്കുന്നത് കാണുന്നു. എങ്ങനെ നീ ഇവിടെ എത്തിയെന്ന് നമ്മുടെ സാധനോട് ചോദിച്ചപ്പോൾ സാധോ പറയുകയാണ് അത് എനിക്കും അറിയത്തില്ല. അങ്ങനെ അവർ എഴുന്നേറ്റത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഉറഹറ അങ്ങോട്ട് വന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉറഹറ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഇച്ചിഗോയും അതുപോലെ ഇഷിതയും നല്ല രീതിയിൽ തന്നെ ഹോളോസുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ ഒരുപാടധികം ഹോളോസ് എന്നെ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ സെൻസയ്ക്ക് വേണ്ടി ഈ ഫൈറ്റ് വിജയിക്കുമെന്ന് നമ്മുടെ ഇഷിത മനസ്സിൽ വിചാരിക്കുന്നു. നമ്മുടെ റൂക്കി ആണെങ്കിൽ അവളുടെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഹോളോനെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് പറ്റുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കോൺ വന്നിട്ട് ആ ഹോളോനെ അടിച്ചങ്ങ് തറയിലിടുകയാണ്. സമയത്ത് തന്നെ റൂക്കിയാനെ കണ്ട് കൺട്രോൾ പോയ അവനാണെങ്കിൽ റൂക്കിയാനെ കെട്ടിപ്പിടിക്കുകയാണ്. നമ്മുടെ റൂക്കിയാണെങ്കിൽ അവനെ അടിച്ച് തറയിലിട്ടിട്ട് മനസ്സ് വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇച്ചിഗോ സോൾ റിപ്പറായി മാറി നീ കോണല്ലേ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റൂക്കിയുടെ പുറകിലാണെങ്കിൽ ഇഷിത വന്ന് നിൽക്കുന്നു. ഇത് സോൾ റിപ്പറും ഞാനും തമ്മിലുള്ള ഫൈറ്റ്. ഈ സിറ്റിയിലുള്ള ആരും ഈ ഹോളോസ് കാരണം മരിക്കത്തില്ല. അഥവാ ഇച്ചിഗോ ഒരു ഹോളോൻ്റെ കയ്യിൽ നിന്ന് മരിച്ചെങ്കിൽ പോലും ഞാൻ ആ ഹോളോസിനെ എല്ലാത്തിനെയും ഇല്ലാതാക്കി എൻ്റെ ജീവൻ വരെ കൊടുത്തിട്ട് ഇവിടുത്തെ ആൾക്കാരെ ഞാൻ രക്ഷിച്ചിരിക്കും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടൊരു ഹോളോ വരുന്നു. നമ്മുടെ ഇഷിതയുടെ രക്തം ഊറിക്കൊണ്ടിരിക്കുന്ന കൈ കൊണ്ട് തന്നെ ആ ഹോളോനെയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഉറഹറ പറയുകയാണ് ഇച്ചിഗോ കുറോസാക്കി ഒരു സോൾ റിപ്പറായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുറത്തുവിടുന്ന സ്പിരിച്വൽ എനർജി കാരണമാണ്. ആ സ്പിരിച്വൽ എനർജി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പവേഴ്സ് അൺലോക്ക് ആയത്. അതുകൊണ്ട് തന്നെ ഇനി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്നും നമ്മുടെ ഉറഹറ പറയും. ആ സമയത്ത് തന്നെ നമ്മുടെ തെസായി അങ്ങോട്ട് വരികയാണ്. സ്കൈറിച്ച് ഓപ്പൺ ആവാൻ വേണ്ടി സമയമായെന്ന് പറയുന്നു. അതേ സമയത്ത് തന്നെ നമ്മുടെ ഉറഹറയാണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നമ്മുടെ ഇഷിതയെ കൊല്ലാൻ നോക്കിയ ഹോളോനെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇച്ചിഗോ അങ്ങോട്ട് വരുന്നു. അങ്ങനെ രണ്ടുപേരും നേർക്ക് നേരെ വരികയാണ്. അതേ സമയത്ത് തന്നെ ആകാശത്ത് ഒരുപാടധികം ഹോളോസ് വരാൻ വേണ്ടിയുള്ള പോർട്ടൽസ് തുറന്നിരിക്കുന്നത് കാണിച്ചു. അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 13ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഗൈസ് ഇനി ബ്ലീച്ചിനകത്തിലെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മുടെ ഒറിഹിമിയും സാധോയും മനസ്സിലാക്കിയിരിക്കുന്നു നമ്മുടെ ഇച്ചിഗോ ഒരു സോൾ റിപ്പർ ആണെന്ന്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എല്ലാം നിങ്ങൾ കണ്ടു തന്നെ അറിയുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഇനി വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. സോ ഗൈസ് അടുത്ത ദിവസം 2 ബ്ലീച്ചിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.